സോണിയാഗാന്ധി വിളിച്ച പാർലമെന്ററി സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിലേക്ക് ശശി തരൂരിന് ക്ഷണമില്ല. ഈ മാസം 15-നാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും നയങ്ങളും തീരുമാനിക്കുന്നതിനാണ് യോഗം. ശരത്ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ലാൽ, പാർട്ടിയുമായി ഉടക്കി നിൽക്കുകയാണ് ശശി തരൂർ. മാത്രമല്ല, BJP അനുകൂല മോദി സ്തുതികൾ ഓരോ ദിവസവും ആവർത്തിക്കുകയാണ്. അവഗണിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയും മുതിർന്ന നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. യോഗത്തിലും അവഗണിക്കുകയാണോ തരൂരിനെ? ഇല്ല, അതുതന്നെയാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. പാർലമെന്റ് സമ്മേളനം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന പാർലമെന്റ് സമ്മേളനമാണ്. അതിൽ ഏതൊക്കെ നയപരമായ കാര്യങ്ങൾ സംസാരിക്കണം, ഏതൊത്തോളം വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം, ഇതൊക്കെയുള്ള കാര്യങ്ങളിലാണ് സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിൽ നിന്നാണ് ശശി തരൂരിനെ ക്ഷണിക്കാതിരിക്കുന്നത്. 15-ന് വൈകിട്ടാണ് യോഗം. ഈ യോഗത്തെ സംബന്ധിച്ചിട്ട് പാർലമെന്റിലെ എല്ലാ കോൺഗ്രസിന്റെ പാർലമെന്റിലെ എല്ലാ സമിതി അംഗങ്ങളുടെ അധ്യക്ഷന്മാരെയും വിളിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും PSC ചെയർമാൻ അടക്കമുള്ള മുഴുവൻ പേരെയും വിളിച്ചിട്ടുണ്ട്. അതേപോലെ ACC PCC പാർലമെന്റ് പാർട്ടിയുടെ സെക്രട്ടറി കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ അടക്കമുള്ള സെക്രട്ടറിമാരെയും യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ശശി തരൂരിനെ പാടെ ഒഴിവാക്കിയിരിക്കുകയാണ്, ക്ഷണിച്ചിട്ടില്ല. കാരണം സിന്ധുവിന്റെ ഓപ്പറേഷൻ സിന്ധുവിന്റെ കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാടാണ് ശശി തരൂരിന്റെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമോ അല്ല അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമോ ഈ യോഗത്തിൽ ഇല്ല എന്ന് തന്നെ കോൺഗ്രസ് വിലയിരുത്തുന്നു എന്ന് വേണം ബിൽ ബോത്തൻ ഈ യോഗത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കുന്നതിനുള്ള കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ശരി. സോണിയാഗാന്ധി വിളിച്ചിരിക്കുന്ന പാർലമെന്ററി സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിലേക്ക് ശശി തരൂരിന് ക്ഷണമില്ല. ഈ മാസം 15-നാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും നയങ്ങളും തീരുമാനിക്കുന്നതിനുള്ള യോഗത്തിലും ശശി തരൂരിനെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് പാർട്ടി. മോദി സ്തുതിയാണ് തരൂർ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.